കൊടുത്താൽ 1,00,000 കൂടെ പോരും. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ഹായ് പപ്പ. പപ്പ എനിക്ക് എന്താ മേടിച്ചേ? മുട്ടായാണോ പാക്കുട്ടിയാണോ? മിഠായി. മുട്ടായി എല്ലാം ഇതിലുണ്ടറാ. നമ്മുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. നമ്മുടെ കോംപ്ലക്സിന്റെ പണി എന്തായി? കുറച്ചുകൂടി തീരാനുണ്ട്. ഞാനേ തണുത്തത് എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഓക്കേ. ചേട്ടന് എനിക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ എങ്ങനെ? നന്നായിട്ട് പഠിക്കുന്നുണ്ടാ? മോനോ? സൂപ്പർ. ഇന്നും കണ്ടായിരിക്കും സ്വപ്നം. പിന്നെന്താണ് അവ കണ്ടത്? ഓ, നല്ലൊരു സ്വപ്നായിരുന്നു. നീ അത് നശിപ്പിച്ചല്ല. തന്നേക്ക്. ഇതെന്താ കട്ടനാ? ഞാൻ കണ്ടത് ജ്യൂസാണല്ലോ. പിന്നെ ജ്യൂസ് ഇവിടെ കട്ടനിരിപ്പുണ്ട്. പഞ്ചസാര ഇല്ല. ചുമ്മാ അങ്ങ് കുടിച്ചാ മതി. ജ്യൂസാണെന്ന് പറഞ്ഞങ്ങ് മോന്ത്. എന്റെ ബെൻസ് കാറോ? ഇരിപ്പുണ്ടല്ലോ പഴയ ഒടുങ്ങലി പഞ്ചർ സൈക്കിള്. അയാളുടെ ഒരു ബെൻസ്. എടീ, എനിക്കും ലോട്ടറി അടിക്കൂടി. ബെൻസ് കാറ് തന്നെ വാങ്ങും. മാറി നിക്കണേ അവന്റെ ഒരു എണ്ണടിയില്. അവിടെ അടങ്ങിയിരിക്കും സൈക്കിളെ. സ്റ്റീഫൻ വന്നല്ല. ഇത് ഇന്നത്തെ ലോട്ടറി ആണോ? എന്തൊക്കെയുണ്ട് സ്റ്റീഫ വിശേഷങ്ങള്? ശ്രീധരേട്ടാ, കടുപ്പത്തിലൊരു ചായ. ഇപ്പൊ തരാം. ഞാൻ അവിടെ ഇരിക്കാം. ഒരു ചായ എടുത്തേ കടുപ്പത്തില്. അതെ തന്നെ. സ്റ്റീഫൻ ചേട്ടാ, ഞാനെടുത്ത ലോട്ടറിക്ക് ഇന്നലെ 100 രൂപ അടിച്ചു. എടുത്തതിന് വല്ലതും അടിച്ചോ? അത് ശരി. അടിക്കുന്ന ടിക്കറ്റൊക്കെ നിങ്ങൾ എടുത്തിട്ട് അടിക്കാത്തത് എനിക്ക് തരും അല്ലേ? പിന്നെ സ്റ്റീഫ ചായ. സ്റ്റീഫ, ടിക്കറ്റ് എടുക്കുമ്പോ അത് നീട്ടി അങ്ങ് എടുക്കണം. അവിടുന്ന് ഇവിടുന്നൊക്കെ എടുക്കരുത്. പിന്നെ അതെ, നിനക്ക് ഞാൻ ടിക്കറ്റ് തരുമ്പോൾ 1ാം സമ്മാനം അടിക്കണമെന്ന് പ്രാർത്ഥിച്ചുവിടല്ലേ തരുന്നത്. പിന്നെന്താ? ശരിയേട്ടാ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് നിർത്തിയേ. ചേട്ടാ, ഒരു ടിക്കറ്റ് തന്നേ. അടിക്കോ കേട്ടോ അത്? പിന്നെ നല്ല നമ്പറാണോ? നല്ല നമ്പർ. ഓക്കെ. അടിക്കും. ഇത് കറക്റ്റ് അടിക്കൂലല്ലേ? ഇത് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഓക്കെ. എന്തെങ്കിലും ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു. റോസി, റോസി, എനിക്ക് ലോട്ടറി അടിച്ചാൽ നിനക്ക് എന്നാ വേണോടി? നിങ്ങൾക്ക് 1ാം സമ്മാനം അടിച്ച എനിക്കൊന്നും വേണ്ടായി. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാതെ.
ഈ ലോട്ടറി എടുത്ത കാശുണ്ടായിരുന്നെങ്കിലേ എനിക്ക് 5 പവന്റെ മാല വാങ്ങിക്കായിരുന്നു. ഓ അങ്ങനെ ആവട്ടെ. നിനക്കോടാ മോനെ? ഓ പിന്നെ അപ്പൻ ലോട്ടറി അടിച്ച കണ്ടാ തന്നെ. നമുക്കൊന്നും വേണ്ടേ, ഇങ്ങനെയൊക്കെ ജീവിച്ച് പൊക്കോളാം. എനിക്കൊന്നും വേണ്ടേ, ഈ ലോട്ടറി എടുത്ത കാശുണ്ടായിരുന്ന എനിക്ക് 2 മാസം ഫീസ് അടയ്ക്കാറുണ്ട്. എന്നാ എനിക്ക് 5000 അടിച്ചടി. എന്നാ എനിക്കൊരു സാരി വാങ്ങി തന്നെ, എനിക്ക് എന്റെ ഫീസ് അടയ്ക്കണം. ഓ ഇപ്പൊ എല്ലാവർക്കും ആവശ്യം വന്നു. എല്ലാം നടക്കും. അയ്യോ ആ എന്തൊക്കെയാണ് സീഫ വിശേഷം? ഓ അങ്ങനെ പോകുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ജീവിതശൈലിന്നാ മരുന്ന്. കാശ് കൊടുക്കണ്ടല്ലോ. എനിക്കും ഇതൊക്കെ തന്നെ ഉണ്ടോ, പക്ഷെ ഞാൻ പ്രൈവറ്റ് ചെയ്യുന്ന. എന്താ കഴിക്കാൻ വേണ്ട സ്റ്റീഫന്? പതിവ് തന്നെ പോരട്ടെ. കടുപ്പത്തിലൊരു ചായ. $500 ടിക്കറ്റോ? അതെ ചേട്ടാ. 25 കോടിയോ? അതെ ചേട്ടാ, അത് 25 കോടിയാ. ചേട്ടൻ 10-25 വർഷമായിട്ട് ലോട്ടറി എടുക്കുന്നല്ലേ, അതിന്റെ മൊത്തം പൈസ ഒറ്റ പ്രാവശ്യമായിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഇതെങ്ങാനും അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ കോടീശ്വരനല്ലേ, കോടീശ്വരൻ. പിന്നെ പിന്നെ ഞാൻ എടുത്തു തരാം ചേട്ടാ, ഇങ്ങോട്ട് മാറിക്കേ. ചേട്ടന് ഞാൻ എടുത്തു തരാന്നേ. അതവിടെ വെക്കട ചക്ക. എനിക്കറിയാം എന്റെ ടിക്കറ്റ് എടുക്കാൻ. ഇത് 1ാം സമ്മാനം തന്നെ അടിക്കും ചേട്ടാ. 1ാം സമ്മാനം തന്നെ അടിക്കോ? ഉറപ്പാണോ? പിന്നെ 1ാം സമ്മാനം തന്നെ അടിക്കും. ഓക്കെ ഓക്കെ. ഓ ഇന്ന് രാവിലെ ലോട്ടറി എടുക്കാൻ പോയതായിരിക്കും. എന്തിനാപ്പാ ഈ കാശെല്ലാം വെറുതെ കളയണേ? ഇനി രാത്രി മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് എങ്ങാനും വന്ന് പറഞ്ഞാൽ അകത്തൊരെണ്ണം ഇരിപ്പണ്ടല്ലോ ചുമച്ചും തുപ്പിയും. രണ്ടിനെയും കൂടി ചവിട്ടിക്കൂട്ടി നമ്മളെ കാട്ടിക്കൊണ്ടേയിടും കേട്ടാ, പറഞ്ഞേക്കാം. എന്താണ് ഈ തുറച്ചു നോക്കണത്? അമ്മച്ചി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അപ്പം വേലെടുത്തുണ്ടാക്കിയൊന്നല്ലേ വീട്. കിട്ടണ കാശ് മുഴുവൻ ലോട്ടറി എടുത്ത് മുടിയണേ. ഇങ്ങനെ പോയാ അമ്മച്ചിയുടെ കാര്യം പോലും ഞാൻ നോക്കില്ല കേട്ടാ. മോൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇങ്ങനെ പോയാലും എന്റെ കാര്യം കഷ്ടത്തിലാവൂല എന്റെ കർത്താവ്. ഇന്ന് എത്ര ലോട്ടറിയാ എടുത്തത്? 500 രൂപയുടെ ലോട്ടറിയാ? എന്റെ കർത്താവേ, മുടിയാൻ വേണ്ടിട്ട് 500 രൂപയുടെ ലോട്ടറി എടുത്തിട്ട് വന്നേക്കുന്നു. കാലമാടാ, നിങ്ങൾ കാരണം ഈ കുടുംബം കുളം തോണ്ടുമല്ലോ. നിങ്ങൾ ലോട്ടറി എടുത്ത് സർക്കാരിന് കാശുണ്ടാക്കി കൊടുക്കണല്ലേ? ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കണം. ഈ ലോട്ടറി എനിക്ക് അടിക്കൂടി. അടിക്കും. 10-20 വർഷമായിട്ട് ഞാനിത് കേൾക്കണല്ലേ. ഇന്നത്തോടെ ലോട്ടറി എടുപ്പ് നിർത്തിയേക്കണം. നിർത്തിയടി. നിർത്തിയേക്കാം. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിച്ച്. ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. ഒരുപാട് നാളായിട്ട് ലോട്ടറി എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയ ആളാണ്. ഏതായാലും അവരെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സ്റ്റീഫൻ ചേട്ടാ, സ്റ്റീഫൻ ചേട്ടാ, ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. സ്റ്റീഫൻ ചേട്ടാ, എന്താടാ ഇവിടെ ആരെങ്കിലും ചത്തോടാ? എന്നാടാ നീയൊക്കെ കാണിക്കുന്നേ? നിലത്ത് നിർത്തറ തന്നെ. എടാ കോൾ അടിച്ചല്ലോ. ഈ തവണത്തെ 25 കോടി നിനക്കാണ് അടിച്ചേക്കുന്നത്. ഭാഗ്യവാൻ. വാടാ, കേറി വാ. ₹1 നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ₹1 നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. പാലം തങ്ങി തളരുന്നവരെ ഭാഗ്യം നിങ്ങൾ